ഞാൻ ഈ കഥ എഴുതുന്നത് എൻ്റെ നാടായ ഇസ്രായേലിലെ അവീബിൽ വെച്ചാണ്. ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. കൊളംബിയയിലെ ബഗോട്ട. ഞാനന്ന് പഠനത്തോടൊപ്പം ബേബി സിറ്റിംഗ് ചെയ്യാറുണ്ട്. എക്സ്ട്രാ പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരുതരം തരക്കേടില്ലാത്ത വരുമാനവും കിട്ടാറുണ്ട്. മാത്രമല്ല, ചെറിയ കുട്ടികളെ എനിക്ക് അനായാസം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാറുണ്ട്. കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടവുമാണ്. ചിലപ്പോൾ അതായിരിക്കും ഈ ഒരു പാർട്ട് ടൈം ജോലി എനിക്ക് ഇത്രയ്ക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എൻ്റെ പേര് ഹന്ന, ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. പാർട്ട് ടൈം ജോലിയും പഠനവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ ബേബി സിറ്റിംഗ് ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നത്. ഇത്തവണ അവർ എന്നെ മൊബൈലിൽ വിളിക്കുന്നതിന് പകരം ലാൻഡ് ഫോൺ ലൈനിലാണ് വിളിച്ചത്. ചിലപ്പോൾ മൊബൈലിൽ വിളിച്ചാൽ കിട്ടാറില്ല, എന്നാലും അവർ എനിക്ക് മെസ്സേജ് അയച്ചിടാറുണ്ട്. ഇത്തവണ അതുണ്ടായില്ല. ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു. ഇങ്ങനത്തെ ഏജൻസി അവരുടെ സ്റ്റാഫ് ജോലി തിരക്കിലാകുന്ന സമയത്ത് ഒഴിവാക്കാൻ കഴിയാത്ത ക്ലയൻസിന് വേണ്ടി അത്യാവശ്യം വിശ്വസിക്കാൻ കഴിയുന്ന ഫ്രീലാൻസ് വർക്കായി ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കാറുണ്ട്. അവർ ഒരു എമൗണ്ടും പറയും, അവരുടെ കമ്മീഷൻ കഴിച്ച്. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ബേബി സിറ്റിംഗ് ചെയ്യുന്നത് അവരും നല്ല രീതിയിൽ ടിപ്സ് തരികയും ചെയ്യാറുണ്ട്. നല്ല സാമ്പത്തികമുള്ള ക്ലയൻസുകളായിരിക്കും ഇത്തരത്തിലുള്ള ഏജൻസിക്ക്. അതുകൊണ്ട് പൈസയേക്കാൾ ഇത്തരം ആളുകളുമായി നമുക്ക് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതുകൊണ്ട് അത്തരം ഏജൻസികൾ വിളിച്ചാൽ അവരുടെ ക്ലയൻസിന് വേണ്ടി ബേബി സിറ്റിംഗ് ചെയ്യാറുണ്ട്. അവർ എന്നെ വിളിക്കുന്നത് ഞാൻ താമസിക്കുന്ന കൺട്രിയിൽ നിന്നും കുറച്ച് ദൂരെ റിമോട്ടായ സ്ഥലത്ത് താമസിക്കുന്ന മിസ്സിസ് തോംസന് വേണ്ടി ബേബി സിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. ഡേ ടൈമിലല്ല നൈറ്റ് ടൈമിലായതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ടാണ് അവർ ഓഫർ ചെയ്തത്. കുറച്ചധികം ദൂരമുണ്ട്, എന്നാലും നല്ലൊരു എമൗണ്ടാണ്. മാത്രമല്ല പോഷ് ക്ലയൻ്റാണ്. ഞാൻ സമ്മതം മൂളി. പണത്തിന് നല്ല ആവശ്യമുള്ള സമയം കൂടിയായിരുന്നു. അന്ന് തന്നെ മിസ്സിസ് തോംസൺ എന്നെ ലാൻഡ് ലൈനിൽ വിളിച്ചു. സ്ഥലവും വരേണ്ട സമയവും പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ അവരുടെ ലൊക്കേഷനിലെത്തി. ഒരു വലിയ വീടാണ്, നല്ല പഴക്കമുണ്ട്. ആകെ ഒരു വല്ലാത്ത പഴക്കമുള്ള അന്തരീക്ഷം. ഒരുപാട് വർഷം പുറകിൽ പോയതുപോലെ എനിക്ക് തോന്നി. ഞാനത് വലിയ കാര്യമാക്കിയില്ല. കാരണം ഇങ്ങനെയുള്ള അത്ര പഴയതെങ്കിലും ഇതുപോലെയുള്ള ചില വീടുകളിൽ ഞാൻ ബേബി സിറ്റിങ്ങിന് പോയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സാമ്പത്തികമായും പരമ്പരാഗതമായും വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് കാഴ്ചയിലും അവരുടെ പെരുമാറ്റത്തിലും അറിയാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ തികഞ്ഞൊരു അരിസ്റ്റോക്രാറ്റ് ഫാമിലി. വീടും പരിസരവും കണ്ടപ്പോൾ എനിക്കെന്തോ ഭയം പോലെ തോന്നാതിരുന്നില്ല. പക്ഷേ മിസ്സിസ് തോംസൻ്റെ പെരുമാറ്റം വളരെയധികം ആകർഷണീയമായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളതൊന്നും തന്നെ ഞാൻ കാര്യമാക്കിയില്ല. ജോലി അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു തുക ടിപ്സ് തടയുമെന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. ലില്ലി എന്ന 10 വയസ്സുകാരിയും മാക്സ് എന്ന 8 വയസ്സുകാരനും രണ്ടുപേരും അത്യാവശ്യത്തിൽ കൂടുതൽ സൈലൻ്റായി എനിക്ക് തോന്നി. ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ളതും അവരുമായി ഇടപഴകിയിട്ടുള്ളതും കൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ വേഗം നോട്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും ആവശ്യത്തിൽ കൂടുതൽ സൈലൻ്റായി എനിക്ക് തോന്നി. ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ളതും അവരുമായി ഇടപെടിയിട്ടുള്ളതും കൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ വേഗം നോട്ടീസ് ചെയ്യാൻ കഴിയാറുണ്ട്. മിസ്സിസ് തോംസൺ എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നു. വീടിനകം മുഴുവൻ ഒരുതരം വല്ലാത്ത നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, സാധാരണ കുട്ടികളുള്ള വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ടോയ്സ് കാണാൻ കഴിയും. പക്ഷേ അതൊന്നും തന്നെ എനിക്ക് ഈ വീടിനകത്ത് കാണാൻ സാധിച്ചില്ല. മിസ്സിസ് തോംസൺ കാര്യങ്ങൾ ഓരോന്നായി എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം അവർ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു. അതെന്നോട് ഒരു കാരണവശാലും തെറ്റിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചു. അതിനിടെ മിസ്സിസ് തോംസന് ഒരു ഫോൺ കോൾ വന്നു. സമയം വൈകിയതിനാൽ അവർ തിടുക്കത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അതിനിടയിൽ എന്നോട് ആ പേപ്പറിലുള്ളത് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. 1, വീടിൻ്റെ ജനലുകളും വാതിലുകളും 6 മണിക്ക് ശേഷം അടച്ചുവെന്ന് ഉറപ്പുവരുത്തണം. 2, പുറത്തെന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറന്ന് ഒറ്റയ്ക്ക് പോയി അതെന്താണെന്ന് നോക്കാൻ മുതിരരുത്. 3, ലില്ലി ഉറക്കത്തിൽ ചിലപ്പോൾ പാട്ട് പാടുകയോ സംസാരിക്കുകയോ ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യുമ്പോൾ അവളെ ഉണർത്തരുത്. 4, മാക്സി ചിലപ്പോൾ ചില നിഴലുകൾ തന്നെ പിടിക്കാൻ വരുന്നു എന്ന് പറയും. അപ്പോൾ അവൻ്റെ ശ്രദ്ധ മറ്റ് എന്തിലേക്കെങ്കിലും മാറ്റുക. 5, ഫോണൊരിക്കലും ആദ്യത്തെ റിങ്ങിൽ എടുക്കരുത്. ഞാനാണ് വിളിക്കുന്നതെങ്കിൽ ആദ്യത്തെ റിങ് മുഴുവൻ കഴിഞ്ഞ് രണ്ടാമതും ഞാൻ വിളിക്കും. അപ്പോൾ മാത്രം എടുത്താൽ മതി. 6, ഒരിക്കലും ബേസ്മെൻറ്റ് ഡോർ തുറക്കരുത്. അത് ലോക്ക്ഡ് അല്ല. അവിടുന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് വിട്ടുകളയുക. 7,
കുട്ടികളെ 8 മണിക്ക് തന്നെ കിടത്തി ഉറക്കുക. ഒരു കാരണവശാലും വൈകി ഉറക്കരുത്. എന്നെ ഇത്രയും നാളത്തെ ബേബി സിറ്റിങ്ങിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരാൾ അതും ഒരു പേപ്പറിൽ കാര്യങ്ങളൊക്കെ എഴുതി തരുന്നത്. ഇതൊക്കെ അവർക്ക് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ഞാൻ മനസ്സിൽ കരുതി. ചെറിയൊരു സ്വാഭാവികതയുടെ കുറവും എനിക്ക് തോന്നി. എല്ലാം വായിച്ചു കഴിഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞു. മിസ്സിസ് തോംസൺ എന്നോട് യാത്ര പറഞ്ഞ് വണ്ടിയെടുത്ത് പോയി. എന്തെങ്കിലും ആവട്ടെ, ഒരു രാത്രിയുടെ കാര്യമല്ലേ, നോക്കാമെന്ന് ഞാനും കരുതി. എന്നാലും ഇവർക്ക് 3 പേർക്ക് എന്തിനാണ് ഇത്ര വലിയ വീട്? വീട്ടിലാണെങ്കിൽ ഒരു സെർവൻ്റ് പോലുമില്ല. മിസ്സിസ് തോംസൺ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വരാൻ തുടങ്ങിയത്. കുട്ടികളാണെങ്കിൽ എന്ത് ചോദിച്ചാലും ഒറ്റ വാക്കിലാണ് ഉത്തരം പറയുന്നത്. മാക്സ് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ലില്ലി അവനെ രൂക്ഷമായി നോക്കി നിശബ്ദനാക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, 8 മണിക്ക് മുമ്പ് തന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു. ഞാൻ അവരുടെ റൂമിൽ ബെഡെല്ലാം അറേഞ്ച് ചെയ്ത് കിടത്തി. കൂട്ടത്തിൽ ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ലില്ലി വേണ്ട, ഞങ്ങൾക്ക് കഥ കേൾക്കാം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ലില്ലി എന്താണ് പറഞ്ഞതെന്ന് എൻ്റെ മനസ്സ് എന്നോട് വീണ്ടും ചോദിച്ചത്. ഞങ്ങൾക്ക് കഥ കേൾക്കാമെന്നല്ലേ ആ കുട്ടി പറഞ്ഞത്? എങ്ങനെ കേൾക്കാമെന്നാണ് ഉദ്ദേശിച്ചത്? എന്തോ ഒരന്തവും കുന്തവും കിട്ടാതെ ഞാൻ താഴേക്ക് നടന്നു. കുട്ടികൾ മുകളിലത്തെ മുറിയിലാണ് കിടക്കുന്നത്. ഞാൻ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് എൻ്റെ ചില പഠിക്കാനുള്ള ബുക്സ് എടുത്തുകൊണ്ട് വന്നിരുന്നു. അതെടുത്ത് മറിച്ചു തുടങ്ങി. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭീകര നിശബ്ദതയായിരുന്നു വീട് മുഴുവൻ. ആകെയുള്ള ശബ്ദമെന്ന് പറയാൻ തടിയിൽ തീർത്ത പഴയൊരു ക്ലോക്കിൻ്റെ നിമിഷസൂചിയുടെ ശബ്ദം മാത്രം. 10 മിനിറ്റ് കഴിഞ്ഞു കാണും. ഞാനിരിക്കുന്ന ഹാളിലെ വായുവിന് എന്തോ കട്ടി കൂടി വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഇടയ്ക്കിടെ ദീർഘശ്വാസം എടുക്കാൻ തുടങ്ങി. ഞാൻ ഹൈപ്പർ ടെൻഷൻ ഉള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. തീരെ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ബാഗിൽ മരുന്ന് തപ്പി. അത് ഞാൻ എടുത്തില്ലേ? ഒന്നുകൂടി ബാഗിലെ സാധനങ്ങൾ ഞാൻ മുമ്പിലുണ്ടായിരുന്ന ടീപ്പോയിൽ കുടഞ്ഞിട്ടു. ഭാഗ്യം, മരുന്നെടുക്കാൻ മറന്നില്ല. വേഗം ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ ചെന്ന് കുറച്ച് വെള്ളമെടുത്ത് മരുന്ന് കഴിച്ചു. ഹാളിലേക്ക് വരുന്നതിനിടെ മുകളിലത്തെ മുറിയിൽ നിന്നും ആരോ സംസാരിക്കുന്നത് പോലെ കേട്ട് ഞാൻ പെട്ടെന്ന് കാതോർത്തു. അതെ, ആരോ സംസാരിക്കുന്നുണ്ട്. ഞാൻ പതിയെ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് ചെന്നു. ലില്ലിയുടെ ശബ്ദം പോലെയല്ല എനിക്ക് തോന്നിയത്. പക്ഷേ കുട്ടികൾ കിടന്നുറങ്ങുന്ന മുറിയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഞാൻ പതിയെ റൂമിൻ്റെ വാതിൽ തുറന്നു. ലില്ലിയാണ്, ഉറക്കത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ മുതിർന്ന സ്ത്രീയുടെ ശബ്ദം പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നെ കണ്ടതും കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന മാക്സ് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ മിസ്സിസ് തോംസൺ പറഞ്ഞത് ഓർത്തു. മാക്സിനോട് ഉറങ്ങുന്നില്ലേ എന്ന് ആംഗ്യത്തിൽ ചോദിച്ചു. അത് കണ്ടതും മാക്സ് കിടന്നു. ഒരു വല്ലാത്ത പിള്ളേരാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി നടന്നു. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് ശക്തമായ തോന്നലുണ്ടാവാൻ തുടങ്ങി. ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവട്ടെ. കാശ് വേണേൽ കുറച്ചൊക്കെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. താഴെ വന്നിരുന്ന് ഞാൻ പഠനത്തിൽ മുഴുകി. പക്ഷേ എനിക്ക് അതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തോ അകാരണമായൊരു ഭയം എന്നെ പിടികൂടിയിരിക്കുന്നു. മനസ്സെന്നോട് ഇവിടെ നിന്ന് പോകൂ, എത്രയും വേഗമെന്ന് പറയുന്നത് പോലെ. പെട്ടെന്ന് മുകളിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. വലുതായിട്ടല്ല, വളരെ നേർത്ത ശബ്ദമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ ശബ്ദം വ്യക്തമാണ്. എൻ്റെ തോന്നലല്ല. ഞാനൊന്ന് അടിമുടി വിറച്ചു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഭയം നിമിത്തം ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയില്ല. എൻ്റെ ബുക്കിൽ തന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നോക്കിക്കൊണ്ടിരുന്നു. ആ ശബ്ദം കൂടുതൽ അടുത്തേക്ക്, അതായത് മുകളിലെ നിലയിൽ നിന്നും അടുത്തടുത്ത് താഴേക്ക് വരുന്നത് പോലെ കൂടുതൽ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ തുടങ്ങി. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ പുസ്തകത്തിൽ നിന്നും തല ഉയർത്തി സ്റ്റെയർകേസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മാക്സ് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നതാണ്. ഞാൻ ആദ്യം ഒന്ന് നല്ല രീതിയിൽ ഞെട്ടി. എങ്കിലും മാക്സിൻ്റെ കണ്ണുകൾ എൻ്റെ മുഖത്തേക്കായതിനാൽ ഉള്ളിലെ ഭയം ഞാൻ കണ്ണുകളിൽ വരുത്താതിരിക്കാൻ ശ്രമിച്ചു. ഞാൻ മാക്സ് എന്ന് വിളിച്ചുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. എന്നോട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ലില്ലി സംസാരം നിർത്തി. ഇനി നിഴലുകൾ ഓരോന്നായി വരാൻ തുടങ്ങി. നമ്മളെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മിസ്സിസ് തോംസൺ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ വീണ്ടും ഓർത്തത്. പക്ഷേ ഇത് പറയുമ്പോൾ മാക്സിൻ്റെ കണ്ണുകൾ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് മാക്സിനോട് ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് ചോദിച്ചുകൊണ്ട് മാക്സിൻ്റെ സമ്മതം നോക്കാതെ കയ്യിൽ പിടിച്ച് കിച്ചണിലേക്ക് നടന്നു. എന്നിട്ട് മാക്സിന് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിക്കൊടുത്തു. ഞാനതുണ്ടാക്കുമ്പോൾ എന്നോട് മാക്സ്, നിനക്ക് ഭയമുണ്ടോ അന്ന? നീ നിഴലുകളെ എങ്ങനെ നേരിടുമെന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന് മറുപടിയായി ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ മാക്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
വിഷയം മാറ്റാനെന്നോണം ചെയ്തതാണ്. ഭയന്നിട്ടാണ്. സത്യത്തിൽ ഒരു വല്ലാത്ത മുഖഭാവമായിരുന്നു അന്നേരം മാക്സിൻ്റെ. അതിനുശേഷം ഞാൻ മാക്സിനെയും കൊണ്ട് മുകളിലേക്ക് നടക്കുന്നതിനിടെ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. അന്നാ, അതെടുക്കരുത് എന്ന് മാക്സ് പറഞ്ഞു. ഫോണിൻ്റെ ശബ്ദവും മാക്സിൻ്റെ താക്കീതും അത് രണ്ടും കൂടിയായപ്പോൾ എൻ്റെ നെറ്റിയിൽ നിന്ന് മനസ്സിലെ ഭയം വിയർപ്പിൻ്റെ രൂപത്തിൽ പൊടിയാൻ തുടങ്ങി. കുറച്ചു നേരത്തെ റിങ്ങിന് ശേഷമുള്ള നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വീണ്ടും ഫോൺ റിങ് ചെയ്തു. അത് കേട്ട ഉടനെ മാക്സ് എന്നോട് "ഡാഡ്സ്, അമ്മ അമ്മ" എന്ന് പറഞ്ഞു. ഞാൻ വേഗം ചെന്ന് ഫോൺ എടുത്തു. മിസ്സിസ് തോംസൺ ആയിരുന്നു ലൈനിൽ. "ഹന്ന, എങ്ങനെയുണ്ട്?" ഞാൻ ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങളൊക്കെ മിസ്സിസ് തോംസനോട് പറഞ്ഞു. "ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഞാൻ എഴുതുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ മതി. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മാത്രമല്ല, ഞാൻ വേഗം തന്നെ എത്തിക്കൊള്ളാമെന്നും പറഞ്ഞു. ഫോൺ കട്ടായി. എന്നോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു അവർ ഫോൺ വെച്ചത്. അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നിരിക്കണം ഞാൻ എന്താണ് അടുത്തത് പറയാൻ പോകുന്നതെന്ന്. സത്യത്തിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് അപ്പോൾ തന്നെ പോകാനാണ് തോന്നിയത്. എന്തോ അകാരണമായ ഭയം എന്നെ പിടികൂടിയിരുന്നു. മാക്സിനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സാധാരണ ഒരു കുട്ടിയുടെ മുഖഭാവമായിരുന്നില്ല അന്നേരം മാക്സിൻ്റെ. ഞാൻ വേഗം മാക്സിനെയും കൊണ്ട് ഉറങ്ങാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലേക്ക് നടക്കുന്നതിനിടെ "ഹന്ന, നീ നിഴലുകൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് മാക്സ് എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. "ആരും വരില്ല മാക്സ്, ഞാൻ നോക്കിക്കൊള്ളാം" എന്ന് പറഞ്ഞു. ഞാൻ മാക്സിനെ കട്ടിലിൽ കിടത്തി തിരിഞ്ഞ് ലില്ലിയുടെ ബെഡിലേക്ക് നോക്കിയപ്പോൾ ഭയന്നുപോയി. ലില്ലി ബെഡിൽ എഴുന്നേറ്റിരുന്ന് ആരോടും സംസാരിക്കുന്നു. വായ അനങ്ങുന്നുണ്ട്, പക്ഷേ ശബ്ദമില്ല. ഇത് കണ്ട മാക്സ് എന്നോട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പെട്ടെന്ന് തന്നെ മുറിയുടെ വാതിൽ ചാരി ഞാൻ താഴേക്ക് നടന്നു. ചില കുട്ടികൾ സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് എന്തു പറ്റി? നല്ലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്ര പൈസയുള്ളവർ ആയിട്ട് കൂടി എന്തിനാണ് ലില്ലിയുടെ ഈ അസുഖം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ കരുതി. വീണ്ടും ഞാൻ എൻ്റെ വായനയിലേക്ക് തിരികെ വന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ പതിയെ പുസ്തകത്തിൽ നിന്നും തലയുയർത്തി ചെവിയൊന്ന് കൂർപ്പിച്ചു. ഇല്ല, ഇതുവരെയുള്ള ജോലിയിൽ ഇങ്ങനൊരു പരീക്ഷണം ഇത് ആദ്യമായാണ്. ഞാനാകെ വിയർത്തു കുടിച്ചു. പെട്ടെന്ന് വീടിൻ്റെ മുൻവശത്ത് നിന്ന് ആരുടെയോ പേര് വിളിക്കുന്ന ശബ്ദം ഇത്തവണ ഞാൻ ശരിക്കും കേട്ടു. "ലില്ലി, ലില്ലി, ലില്ലി, ലില്ലി." ഒരു സ്ത്രീ ശബ്ദമാണ്. ഞാൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു. ചുറ്റും കണ്ണൊടിച്ചു. മുകളിലത്തെ നിലയിലേക്ക് നോക്കി. അവിടെ മാക്സോ ലില്ലിയോ ഇല്ല. അപ്പോൾ അവർ ഈ ശബ്ദം കേട്ടിട്ടില്ല. കുട്ടികളാകുമ്പോൾ അവരുടെ പേര് ആരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ സ്വാഭാവികമായും ആ വിളി കേട്ടിടത്തേക്ക് ചെല്ലും. വീണ്ടും ലില്ലി എന്ന വിളി. എൻ്റെ ധൈര്യത്തിൻ്റെ അവസാന ആണിക്കല്ല് വരെ ഇളകി മൊത്തത്തിൽ വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നാരോ എൻ്റെ പുറകിൽ വളരെ വേഗത്തിൽ മാറുന്ന പോലെയുള്ളൊരു കാറ്റ് എൻ്റെ ചെവിക്ക് പുറകിലായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അങ്ങനെ തന്നെ ഒരു പ്രതിമ പോലെ ഉറച്ചുപോയി. പുറകിൽ ആരോ ഉണ്ട്. അത് ഏതാണ്ട് എനിക്ക് ഉറപ്പാണ്. ഞാനൊരു ധൈര്യത്തിൽ മാക്സ് എന്ന് വിളിച്ചുകൊണ്ട് പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു. ആരും തന്നെ പുറകിലില്ല. പക്ഷേ ആരോ ഉണ്ടായിരുന്നു. അത് അതിചടിലമായി എൻ്റെ പുറകിൽ നിന്നും മാറിയതാണ്. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ വേഗം തന്നെ ബുക്സും ടീപ്പോയിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങളും ഒരു വിധത്തിൽ ബാഗിൽ വാരിയിട്ടു. എന്നിട്ട് ജാക്കറ്റ് എടുത്തിട്ടു. ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് ചുറ്റും നോക്കി. പെട്ടെന്ന് ബേസ്മെൻറ്റിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കൂടി എൻ്റെ ശ്രവണപരിധിയിൽ ചെന്നലച്ചു. ഞാൻ ഭയന്നൊന്നുകൂടി സോഫയുടെ അരിയിലേക്ക് ഇരുന്നു. ആരാണ് ഈ മിസ്സിസ് തോംസൺ? ആരാണ് ഈ കുട്ടികൾ? ഇവർ മനുഷ്യർ തന്നെയാണോ? അതിനിടെയാണ് ഞാൻ തിരക്കിൽ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തത്. ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ വീടിൻ്റെ പൂമുഖത്തെ ചെടികളെല്ലാം വാടിക്കരിഞ്ഞ് നിൽക്കുന്ന കാര്യം. അത് വാടി നിൽക്കുന്നതല്ല, ഏതോ കാലത്ത് ഉണങ്ങിക്കരിഞ്ഞു പോയതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ചെടികളെനിക്ക് താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. കൂടാതെ എൻ്റെ ഐഡിയോ മറ്റോ ഒന്നും തന്നെ മിസ്സിസ് തോംസൺ ചെക്ക് ചെയ്തില്ല. സാധാരണ ഞാൻ ബേബി സിറ്റിങ്ങിന് പോകുന്നിടത്തൊക്കെ അവർ നമ്മുടെ ഐ ഡി ചോദിക്കും. ഏജൻസി പറഞ്ഞ ആൾ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് ഉറപ്പിക്കാനാണ്. ഇവിടെ അതുണ്ടായില്ല. ഞാനതൊട്ട് അന്നേരം ശ്രദ്ധിച്ചുമില്ല. മിസ്സിസ് തോംസൺ എനിക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ സമയം തന്നില്ല എന്നതാണ് വാസ്തവം. അവർ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കും. അങ്ങനെ എന്നെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കുകയായിരുന്നു. ബേസ്മെൻറ്റിൽ നിന്നുള്ള കരച്ചിൽ വളരെ നേർത്ത ശബ്ദത്തിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റു. പെട്ടെന്നാണ് ഫോൺ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫോൺ ഒരു തരത്തിലുള്ള വയറുമായി കണക്ട് ചെയ്തിട്ടില്ല. ലാൻഡ് ഫോൺ എടുത്ത് റിസീവർ ചെവിയിൽ വെച്ചു. ഫോൺ ഡെഡാണ്. ഡയൽ ടോണില്ല.
പിന്നെ നേരത്തെ വന്ന കോൾ, മിസ്സിസ് തോംസൻ്റെ ശബ്ദം. മാക്സ് മമ്മ എന്ന് പറഞ്ഞത്. വീഴാതിരിക്കാൻ ഞാനൊന്ന് ഫോൺ സ്റ്റാൻഡിൽ പിടിച്ചു നിന്നു. എത്രയും വേഗം ഇവിടുന്ന് പുറത്തു കിടക്കണം. ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വേഗം നിന്ന് ഫ്രണ്ട് ഡോർ തുറക്കാനായി മെയിൻ ലോക്കിൽ പിടിച്ച് വലിക്കാൻ തുനിഞ്ഞതും, എന്നാ അരുത്, നീ തുറന്നാൽ നീയും ഞങ്ങളെപ്പോലെ ഈ വീട്ടിൽ പെട്ടുപോകും. നിഴലുകൾ നിന്നെ ഇവിടെ തളച്ചിടും. പിന്നെ നിനക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. മമ്മ വരട്ടെ, നിനക്ക് പോകാം. ഇനി ഒരടി മുന്നോട്ട് വയ്ക്കരുത്. ഞാൻ വെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ മുകളിലത്തെ നിലയിലെ ഹാൻഡ് റെയിലിൽ പിടിച്ചുകൊണ്ട് ലില്ലി ഒരു വല്ലാത്ത മുഖഭാവത്തോടു കൂടി നിൽക്കുന്നു. ലില്ലി ഒറ്റയ്ക്കാണ്. ആ കുട്ടിയുടെ ശബ്ദമല്ല അന്നേരം ലില്ലിക്ക്. എൻ്റെ തലകറങ്ങി. പെട്ടെന്ന് ചെവിയിൽ ശക്തമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ വേഗം ഫ്രണ്ട് ഡോർ കൊളുത്തുമാറ്റി. ലില്ലി അലറിക്കൊണ്ട്, നോ അന്നാ, നിനക്കിവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് ഉറക്കെ അലറി. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ഡോർ തുറന്ന് ഓടി. പെട്ടെന്ന് പുറത്ത് ആകെ ഉണ്ടായിരുന്ന വെളിച്ചമണഞ്ഞു. ഞാൻ ഓടി എൻ്റെ വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാവി ബാഗിൽ നോക്കി. ഇല്ല, ചാവി എൻ്റെ ബാഗിലില്ല. അപ്പോഴാണ് എൻ്റെ മരുന്നെടുക്കാൻ കുടഞ്ഞിട്ട സാധനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചാവി ഞാൻ തിരികെ എടുത്തില്ല എന്ന സത്യം എൻ്റെ തലയിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ കടന്നു വന്നത്. ഞാൻ വണ്ടിയിലിരുന്ന് ഉറക്കെ നിലവിളിച്ചു. എന്തായാലും ഇനി ഹാളിലേക്ക് തിരിച്ചു കയറാൻ വയ്യ. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. പെട്ടെന്ന് ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിൽ മുമ്പടഞ്ഞ അതേ ബൾബ് വീണ്ടും പ്രകാശിച്ചു. അത് വീണ്ടും അണഞ്ഞു. ഒരു സെക്കൻഡ് വെളിച്ചത്തിൽ നേരെ ഗേറ്റിലേക്ക് ഓടാൻ നേരം ഫ്രണ്ട് ഡോറിൽ ലില്ലിയും മാക്സും എന്നെ തന്നെ നോക്കി നിർവികാരതയോടെ നിൽക്കുന്നു. അവരുടെ മുഖമാണ് ആ ഒരൊറ്റ സെക്കൻഡിൽ എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത്. ഞാൻ സർവ്വശക്തിയും എടുത്തോടി ഗേറ്റ് തുറന്നതും പുറകിൽ അന്നാ എന്ന വിളി എന്നെ ആരോ പുറകിൽ നിന്നും പിടിച്ചു നിർത്തിയതുപോലെ നിർത്തി. ഞാൻ തിരിഞ്ഞു നോക്കി. ധൈര്യം കൊണ്ടല്ല ഞാൻ തിരിഞ്ഞത്. പുറകിൽ നിന്നുള്ള ശബ്ദം എനിക്ക് പരിചയമുള്ള ശബ്ദമാണ്. അതെ, മിസ്സിസ് തോംസൺ. അന്നാ, നീ എവിടെ പോകുന്നു? നിൻ്റെ ജോലി തീർന്നില്ലല്ലോ. അത് തീർക്കാതെ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞയക്കും? അത് കേട്ടതും എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ നിലവിളിച്ചുകൊണ്ട് പുറത്തെ റോഡിലേക്ക് ഓടി. എത്ര ദൂരം ഓടിയെന്നറിയില്ല. റോഡിലൂടെയാണോ ഓടുന്നതെന്നും എനിക്കറിയില്ല. മുമ്പിൽ ഇരുട്ട് മാത്രം. നേരം വെളുത്തു. ഞാൻ കണ്ണു തുറന്നു. റോഡിൽ നിന്ന് മാറി ഒരു ഡംപിൻ്റെ അടുത്താണ് ഞാൻ കിടക്കുന്നത്. എവിടെയാണെന്ന് ഒരു ഐഡിയയുമില്ല. ചെരുപ്പില്ല, കയ്യിൽ ബാഗില്ല. ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. റോഡിൽ നിന്നും മാറി ദൂരെയായി ചില വീടുകൾ കാണുന്നുണ്ട്. പക്ഷേ അവിടേക്ക് പോകാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. നീ മുമ്പ് പെട്ടതുപോലെ ട്രാപ്പായിരിക്കുമോ എന്നുള്ള സംശയം. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ഒരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടു. അവിടെ ചെന്ന് ഒരു വൃദ്ധനായ മനുഷ്യനോട് കാര്യം പറഞ്ഞു. അയാൾ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നു. എന്നിട്ട് ഞാൻ സൗത്തിൽ നിന്നാണോ അതോ ഈസ്റ്റിൽ നിന്നാണോ ഓടിയതെന്ന് എന്നോട് ചോദിച്ചു. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വീട്ടിലേക്ക് പോയത് ഈ സൈഡിലേക്ക് തിരിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഒടുവിൽ അയാൾ തന്നെ റെസ്ക്യൂ ടാസ്ക് ഫോഴ്സിനെ വിളിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവരോട് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെല്ലാം തന്നെ റെക്കോർഡുകളാക്കി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. എന്നെ വീട്ടിലാക്കി. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവർ എന്നെ വീട്ടിലേക്ക് ആക്കിയത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പ്രൈമറി അന്വേഷണം കഴിയുന്നത് വരെ അവർ നമ്മളെ ഹോസ്പിറ്റൽ കസ്റ്റഡിയിലാണ് വയ്ക്കുക. ഇവിടെ അവർ എന്തോ എന്നെ വീട്ടിലേക്ക് വിട്ടു. 1-2 ദിവസം കഴിഞ്ഞ് പോലീസ് എൻ്റെ മൊഴിയെടുത്തു. ഞാൻ എല്ലാം പറഞ്ഞു. പോലീസ് എൻ്റെ കാറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ബൊഗോട്ട പോലുള്ള നഗരത്തിൽ ഒരു കാർ അന്വേഷിക്കുക എന്നാൽ കടലിൽ കടുകുമണി തപ്പുന്നത് പോലെയാണിന്നും. അതിന് വലിയ മാറ്റമൊന്നുമില്ല. വെറും മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിക്കുന്ന കാറുകൾ പൊളിച്ച് പാർട്സാക്കി വിൽക്കുന്ന മാഫിയ തന്നെ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞു. പോലീസ് വിളിച്ചു. ഞാൻ കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ സ്പോട്ടിലെത്തി. കാർ എൻ്റേത് തന്നെയാണ്. എന്നാൽ എൻ്റെ കാറ് കിടക്കുന്നത് വലിയ ഗേറ്റിട്ട് പൂട്ടിയ ഒരു ഒഴിഞ്ഞ പ്ലോട്ടിൽ. പൂട്ടിക്കിടക്കുന്ന ഗേറ്റ് തുറക്കാതെ ഞാനങ്ങനെ വണ്ടി അകത്ത് പാർക്ക് ചെയ്തു എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു. പോലീസിനോട് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അതിനുശേഷം എന്നെ ആ പ്ലോട്ട് ചുറ്റിക്കാണിച്ചു. പക്ഷെ അന്ന് കണ്ട ഒരു കാര്യവും എനിക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒന്നും തന്നെ. ഒടുവിൽ കുറേ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം പോലീസ് എന്നെ തിരികെ വിളിച്ചയച്ചു. ആ പ്ലോട്ടിൻ്റെ ഉടമ രാജ്യത്തിന് പുറത്താണെന്ന് പോലീസ് പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം പലതവണ ഇതുപോലെ ഒഴിഞ്ഞ് വീട് കാണിച്ച് പോലീസ് പഴയ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഒരു പഴയ വീടിൻ്റെ ഫോട്ടോ കാണിച്ചു. അത് കണ്ട ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. വീടിൻ്റെ ഫോട്ടോയല്ല എന്നെ ഞെട്ടിച്ചത്. വീടിന് മുന്നിൽ മിസ്സിസ് തോംസൺ, മാക്സ്, ലില്ലി ഇവർ 3 പേർ നിൽക്കുന്നു. ഇവർ തന്നെയാണെന്ന് ഞാൻ പോലീസിനോട് തർപ്പിച്ച് പറഞ്ഞു.
ഇത് കേട്ടതും പോലീസ് ഓഫീസർ ആദ്യം ചിരിച്ചു. എനിക്ക് അതത്ര ദഹിച്ചില്ല. ഞാൻ അന്നേരത്തെ ദേഷ്യവും സങ്കടവുമൊക്കെ ആയപ്പോൾ പോലീസ് ഓഫീസറിനോട് പൊട്ടിത്തെറിച്ചു. അവർ എന്നെ സമാധാനിപ്പിച്ചു. അതിനുശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാനൊന്ന് ഭയന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി ഭയം എന്നെ ഗ്രസിച്ചു. മിസ്സിസ് ആവ തോംസൺ കോഹൻ. ജനനം മെയ് 12, 1898. മരണം ജൂൺ 2, 1943. മായ്സ് കോഹൻ. ജനനം ജനുവരി 10, 1937. മരണം ജൂൺ 2, 1943. ലില്ലി കോഹൻ. ജനനം ജൂൺ 14, 1933. മരണം ജൂൺ 2, 1943. അന്നത്തെ പോലീസ് റിപ്പോർട്ട് ഇങ്ങനെ: ജൂത കുടുംബമായ ഇവർ ഭർത്താവ് തോംസൺ കോഹനെ ഹിറ്റ്ലറുടെ നാസി പട്ടാളം തടവിലാക്കിയതിനെ തുടർന്ന് മിസ്സിസ് തോംസൺ നാസികളെ ഭയന്ന് ഓസ്ട്രിയയിൽ നിന്നും ഇറങ്ങി കൊളംബിയ വരെ ഈ കുട്ടികളെയും കൊണ്ട് പലായനം ചെയ്തു. ഒടുവിൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ സ്വന്തം മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. ആ ഓഫീസർ പറഞ്ഞു നിർത്തി. ഞാൻ കുറേ നേരത്തേക്ക് ഒന്നും സംസാരിക്കാനാവാതെ ആ നിൽപ്പ് തുടർന്നു. ഇന്ന് ആ സംഭവം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും എന്താണ് എനിക്കെന്ന് സംഭവിച്ചതെന്ന് അനുഭവിച്ച എനിക്കോ കേസന്വേഷിച്ച പോലീസിനോ എന്നെ കൗൺസിലിംഗ് ചെയ്ത ഡോക്ടേഴ്സിനോ വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്തിനായിരുന്നു എന്നെ അവർ അവരുടെ ലോകത്തേക്ക് വിളിച്ചത്? അറിയില്ല. എന്തുകൊണ്ട് എന്നെ അവർ പോകാൻ അനുവദിച്ചു? ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഉത്തരങ്ങളെ തേടിയുള്ള യാത്രയിലാണ് ഇപ്പോഴും ആ ചോദ്യങ്ങൾ. അതിനുള്ള മുഴുവൻ ഉത്തരവും എൻ്റെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന കോഹൻ. നിർത്തുന്നു.